ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഒരു ഡെയിലി റൊട്ടീൻ വ്ളോഗാണ്. ഒപ്പം ഒരു കഫേയുടെ റിവ്യൂ കൂടെ ഉണ്ട് എൻഡിൽ. സോ ലാസ്റ്റ് വീഡിയോ ദമാമിലെ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ നല്ല ഹ്യൂജ് റെസ്പോൺസ് ഉണ്ടായിരുന്നു. ലൊക്കേഷൻ ചോദിച്ചിട്ട് എനിക്ക് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ദമാം ഹോൾസെയിൽ വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ലൊക്കേഷൻ കിട്ടും. അതുപോലെ ഫിഷിൻ്റെ മാർക്കറ്റിനായിട്ട് മീറ്റ് ഫിഷ് പോൾട്രി മാർക്കറ്റ് ദമാം എന്ന് അടിച്ചെടുത്താൽ ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ. റാമീസിൻ്റെ അടുത്തുള്ളതാണ് ഇത്. സോ എൻ്റെ അടുത്ത് കുറേ പേര് ലൊക്കേഷൻ പിൻ ചെയ്യാനും ലൊക്കേഷൻ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ പോയി സാധനം മേടിച്ചിട്ട് മാത്രം കാര്യമില്ല, അത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോർ ചെയ്ത് വെക്കണതിൽ വലിയൊരു പങ്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 2.5 ആഴ്ചത്തേക്കൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ അത് വെറുതെ വാടിയും ചീനൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ കറക്റ്റായിട്ട് എല്ലാം ഓരോ ബോക്സിലും പിന്നെ അതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും ഒക്കെ കവർ ചെയ്തിട്ട് വെക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം നമ്മൾ ഒരു 100 റിയാലൊക്കെ കൊടുത്തിട്ടാണല്ലോ സാധനങ്ങൾ മേടിക്കുന്നത്. ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മേടിച്ചതിൻ്റെ ഒപ്പം ഈ ഒരു ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ടായി. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ ബബ്ലൂസ് നാരങ്ങ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ നാട്ടിൽ ബബ്ലൂസ് നാരങ്ങ ഒരു പിങ്ക് റോസ് കളറാണ്. ബട്ട് ടേസ്റ്റ് ഇത് തന്നെ സിമിലർ ടേസ്റ്റാണ്. ബട്ട് പല നാട്ടിലും പല പേരാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഇതിന് ആക്ച്വലി ഈ കളർ വരുന്നതിന് പൊമേലോ എന്നാണ് പറയുന്നത്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. ഒരു പുളി മധുരം അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഞാൻ മേടിച്ചത് വെജിറ്റബിൾ മാർക്കറ്റിൽ സ്റ്റോൾ 31 തൊട്ടടുത്തുള്ള ഫ്രൂട്ട് സ്റ്റോളിൽ നിന്നാണ്. അവിടെ മാത്രമാണ് ഞാനിത് കണ്ടിട്ടുള്ളൂ. ഞാനിവിടെ കോബാറിലെ ലുലുവിലും കോബാറിലെ നെസ്റ്റോയിലും മാക്കാൻസേവിലും ഒക്കെ നോക്കിയിട്ടുണ്ടായി ഈ ഒരു സംഭവം കിട്ടാനായിട്ട്. ബട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് ഡെയിലി റൊട്ടീൻ പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോയി. ഞങ്ങൾ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള നല്ല ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ബിരിയാണി അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. സോ ചിക്കൻ മേടിച്ചപ്പോൾ എന്തായാലും ഓർത്തു തേങ്ങാച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന്. എൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. എൻ്റെ രീതിക്ക് തട്ടിക്കൂട്ടി വെക്കുന്ന സ്പീഡിലാണ് ഞാൻ ഉണ്ടാക്കാറ്. ബട്ട് ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ബട്ട് ഉണ്ടാക്കും ആ രീതിക്ക്. പിന്നെ ചിക്കൻ ആദ്യം മസാല തേച്ച് പൊരിച്ചിട്ടാണ് ഫ്രൈ ചെയ്തിട്ടാണ് പിന്നെ അത് കറിയിലേക്ക് ഇട്ടാണ്. അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ഉണ്ടാക്കാറ്. എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നാറുള്ളത് എപ്പോഴും അതാണ്. സോ അങ്ങനെ തേങ്ങാച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ നമ്മളൊരു കഫേയിൽ പോയിട്ടുണ്ടായി. 2025 സ്റ്റാർട്ട് ചെയ്തിട്ട് സ്വീറ്റ് ആയിട്ടുള്ള ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫോർ എ സ്വീറ്റ് പേഴ്സൺ ലൈക്ക് മീ. അപ്പോൾ എനിക്കെപ്പോഴും സ്വീറ്റ് ഷുഗർ അങ്ങനത്തെ ഒരു ഇതിലുള്ള സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പാൻ കേക്ക് അങ്ങനത്തെ വാഫിൾ പിന്നെ ചോക്ലേറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സോ ഈ കഫേയുടെ പേര് യമ്മി ക്രിപ്പ് എന്നാണ്. കോബാറിൽ തുക്കുബ 15 സ്ട്രീറ്റിലാണ് ഈ ഒരു കഫേ ഉള്ളത്. കുറച്ചായി ഞാൻ ഈ ഒരു കഫേൻ്റെ കണ്ണിൽ പെടുന്നു. സോ എന്തായാലും അവിടെ പോയി ട്രൈ ചെയ്യണമല്ലോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ റെഡ് വാഫിൾ വിത്ത് ലോട്ടസും അതുപോലെ റോയൽ ക്രെപ്പും ആയിരുന്നു. റോയൽ ക്രെപ്പ് അടിപൊളിയായിരുന്നു. അതുപോലെ റെഡ് വാഫിൾ വിത്ത് ലോട്ടസിന് റെഡ് കളറൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ലോട്ടസ് നല്ല തിക്കായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള വാഫിളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ നല്ലൊരു ആംബിയൻസ് ഉള്ള കഫേ ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റാണ് കാണാൻ ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ അതുപോലത്തെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. സോ അത്രേ ഉള്ളൂ. ഇനി സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.